വെൽക്കം ടു നീനൂസ് ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതുപോലത്തെ ചെറിയ സിമെൻറ്റ് പോട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് വൈറ്റ് സിമെൻറ്റും വെള്ളവും മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പാത്രങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയാണെങ്കിലും നമ്മളിതുപോലെ നല്ലപോലെ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അലങ്കരിച്ച് നമുക്ക് ഷോ പീസൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഈ ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 2 പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആവശ്യമുണ്ട്. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. ചെറുത് ഉള്ളിൽ കിടക്കുന്ന കൂട്ട് വലുതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലത്തെ ഒരു ചെറുതും വേണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇതുപോലത്തെ തൈരിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് 1 kg തൈരിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലത്തെ ഒരു ഐസ്ക്രീം കണ്ടെയ്നർ, ലണ്ടൻ ഡയറിയുടെ ഒരു ഐസ്ക്രീം കണ്ടെയ്നറാണ് ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറുതും വലുതുമായിട്ടുള്ള 2 പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കണം, എണ്ണ വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പഴയ ഓയിലുണ്ടല്ലോ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഓയിൽ നമ്മൾ കളയാതെ നമ്മളത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വലിയ കണ്ടെയ്നറിൻ്റെ ഉൾവശം മുഴുവനും നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ കണ്ടെയ്നറിൻ്റെ പുറം ഭാഗം മുഴുവനും നമ്മൾ നല്ലതായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പാണ് വേണ്ടത്. അപ്പോൾ ഈ അടപ്പ് നമ്മൾ വലിയ കണ്ടെയ്നറിൻ്റെ താഴോട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മെയിൻ 2 യൂസാണുള്ളത്. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടിയിലോട്ട് ഇറക്കി വെച്ചേക്കുന്ന കാരണം നമുക്കത് പയ്യെ തട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഡ്രെയിനേജ് ഹോളായിട്ട് കിട്ടും. നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിക്കൊരു ഡ്രെയിനേജ് ഹോളായിട്ട് നമുക്ക് കിട്ടും. രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അടിയിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് ചെറിയ കണ്ടെയ്നറിൻ്റെ അടിയിലോട്ട് ഞാൻ ഒരു സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ചെറിയ കണ്ടെയ്നർ വലിയ കണ്ടെയ്നറിനകത്തോട്ട് ഇറക്കി വെച്ച് കഴിയുമ്പം ഈ 2 കണ്ടെയ്നറിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനകത്ത് സിമെൻറ്റ് വന്ന് നിറയും. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന ചട്ടിയുടെ ബേസ്മെൻറ്റിന് നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റാണ്. അപ്പോൾ ഈ പാക്കറ്റ് 1 കിലോൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇവിടെ 1 കിലോൻ്റെ പാക്കറ്റിന് 2 ദിറമാണ്. അതായത് നാട്ടിലത്തെ ഒരു 36 രൂപയൊക്കെ വരും. നാട്ടിലത്തെ റേറ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ സിമെൻറ്റിൻ്റെ. അപ്പോൾ ഈ 1 കിലോ വെച്ചിട്ട് നമുക്ക് 2 ചട്ടി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ വൈറ്റ് സിമെൻറ്റ് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിനകത്ത് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് അതിൻ്റെ പരുവം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കട്ടകൾ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിനകത്തോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. വലിയ പാത്രത്തിനകത്തോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറേശ്ശെ ഇതാണ് മിക്സ് ചെയ്തത്. അല്ല, കുറേ ഒറ്റയടിക്ക് നമ്മൾ വലിയ പാത്രത്തിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെറിയ പാത്രത്തിൽ കുറേശ്ശെ ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി നമ്മളത് ഇതിനകത്തോട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണ്. അതായത് നമ്മൾ സിമെൻറ്റ് വെള്ളമായിട്ട് മിക്സ് ചെയ്തപ്പോൾ അതിനകത്ത് ചെറിയ എയർ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ എയർ ബബിൾസ് എല്ലാം നമ്മൾ കളയണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ പാത്രം നല്ലപോലെ തട്ടി കൊടുത്താൽ മതി. ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ചെറിയ ബബിൾസ് മേലോട്ട് വന്നത് അങ്ങ് പൊട്ടിപ്പോവും. അല്ലെന്നുണ്ടെങ്കിൽ ഈ പോട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ പുറത്തൊക്കെ ചെറിയ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാത്രത്തിനകത്ത് നമ്മൾ നിറച്ചും വെള്ളം എടുത്തേക്കാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ലേ, അപ്പം ഇതിനകത്ത് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് മേലോട്ട് പൊങ്ങി വരും നമ്മൾ ഇറക്കി വെക്കുമ്പം. അപ്പം ഇപ്പം വെയിറ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ അമർന്നിരുന്നോളും. ഇനി നമ്മൾ വീണ്ടും ബാക്കിയുള്ള ആവശ്യത്തിന് നമ്മുടെ ചട്ടിക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റിനനുസരിച്ച് നമ്മൾ വീണ്ടും സിമെൻറ്റ് മിക്സ് ചെയ്ത് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, വീണ്ടും നമ്മളിതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കൂടെ വെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിനി അത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഇതിനി അനങ്ങാതെ തന്നെ 24 hours നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ഇനി 24 hours കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുക. ഇതിപ്പോൾ 24 hours കഴിഞ്ഞിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കാം, ഉള്ളിൽ നിന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, എണ്ണ നല്ലപോലെ ഗ്രീസ് ചെയ്തേക്കുന്ന കാരണം നമ്മൾ അത് കറങ്ങി വരുന്നുണ്ട് കണ്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഇറങ്ങി വന്നു. ഇനി ഉൾവശത്ത് ഇത് നമ്മളിതുപോലെ എടുക്കണം. ഇപ്പോൾ ഉള്ളിലെ വെള്ളമൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഉള്ളിലത്തെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
കണ്ടോ, ഇത് അതും ഇങ്ങനത്തെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പെപ്സിയുടെ ഇത് കാണുന്നുണ്ട് കണ്ടോ. ഞാൻ സിമെൻറ്റ് കുറച്ച് എടുത്ത് മാറ്റിയതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി 2 തട്ട് കെട്ടി കഴിയുമ്പോൾ ഇതങ്ങ് ഇളകി വരും. ഇപ്പോൾ ഈ സൈഡിൽ ഞാൻ ഇളക്കി കളഞ്ഞ ഡ്രെയിനേജ് ഹോൾ ഉണ്ടാക്കിയേക്കുന്ന പോട്ട്സിൻ്റെയാണ് ഞാൻ സൈഡിൽ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ ഞാൻ എടുക്കുന്നില്ല. ഇനി നമ്മൾ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡ്സ് എഡ്ജുകളെല്ലാം നമ്മൾ ഇതുപോലെ സ്മൂത്ത് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ നല്ലപോലെ സാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ആകും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ചട്ടി നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ്. അപ്പം ഉള്ളിലും വെള്ളം നല്ലപോലെ നിറച്ച് നമ്മൾ 24 hours ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഈ പ്രോസസ്സിന് ക്യൂറിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചട്ടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ചട്ടിയും കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വലിയ ചട്ടി 2 kg തൈരിൻ്റെ ഡബ്ബയും ഉള്ളിൽ വെച്ചേക്കുന്ന 1 kg അപ്പോൾ ഇതുപോലെ തന്നെ സിമെൻറ്റ് മുമ്പേ മിക്സ് ചെയ്ത പോലെ തന്നെ മിക്സ് ചെയ്ത് ഇനി നമ്മൾ നമ്മുടെ കണ്ടെയ്നറിനകത്തോട്ട് ഒഴിക്കുകയാണ്. വലിയ കണ്ടെയ്നറിനകത്ത് ഒഴിച്ച് കണ്ടോ എയർ ബബിൾ കളയണം. ഇത് കണ്ടോ നല്ലപോലെ തട്ടി കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഒന്നും വരത്തില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയൊരു പെപ്സിയുടെ അടപ്പ്. അപ്പോൾ ഇത്രയും തിക്നെസ് നമുക്ക് അടിവശത്ത് കിട്ടും. ഡ്രെയിനേജ് ഹോൾ ഇല്ലെങ്കിലും നമുക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിവശത്ത്. എന്നിട്ട് കണ്ടോ ഇങ്ങനെ നെക്കി കൊടുത്തു. എന്നിട്ട് ഈ അടപ്പിൻ്റെ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ അതിൻ്റെ മുകളിലോട്ടിട്ട് കഴിയുമ്പോഴത്തേക്കിനും അത് കാണത്തില്ല. അതിനുശേഷം നമ്മൾ ഉള്ളിൽ വെക്കുന്ന കണ്ടെയ്നർ ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ഇനി സൈഡിലൂടെയാണ് നമ്മൾ ബാക്കിയുള്ള സിമെൻറ്റ് ആവശ്യത്തിനനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് നമ്മൾ സിമെൻറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉള്ളിൽ വെച്ചേക്കുന്ന കണ്ടെയ്നറിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അത് വെയിറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പൊസിഷൻ കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചുറ്റിന് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ 24 hours ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. 24 hoursന് ശേഷം നമ്മൾ ഒരു സാൻഡ് പേപ്പർ വെച്ച് അതിൻ്റെ സൈഡ്സ് എല്ലാം എഡ്ജെല്ലാം നല്ലതായിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സ്മൂത്താക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും 24 hours നമ്മൾ ക്യൂറിങ്ങിന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. 24 hours നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ പോട്ടിനെ എടുത്തൊന്ന് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പോട്ടിൻ്റെ ഉൾവശത്ത് നമ്മൾ കാണുന്ന കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിൽ വെച്ചിരുന്ന ഐസ്ക്രീം ബോക്സിൻ്റെ കളർ ഇളകിയതാണ്. ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കല്ലെന്നുണ്ടെങ്കിൽ അത് പെയിൻറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ബേസ് ലെയർ കൊടുക്കുന്ന അക്രിലിക് കളർ തന്നെയാണ്. ഒരു 2 to 3 ലെയർസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ എളുപ്പത്തിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഗ്ലേസിംഗ് ആയിട്ട് ഒറ്റ ലെയർ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഗ്ലേസിംഗ് ആയിട്ട് കിട്ടും. കണ്ടോ. അപ്പോൾ ഇതുപോലെ 2 രീതിയിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ അക്രിലിക് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഡിസൈൻ കൊടുത്തേക്കുന്നത് വെറുതെ ഗ്ലാസിൻ്റെ ലൈനർ ഇല്ല കണ്ടോ, ഗോൾഡ് സിൽവർ ബ്ലാക്ക് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ സ്റ്റാർ വരച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി വേറൊരു ഇത് കാണിച്ചു തരാം. ഇതുപോലത്തെ പെർമനൻറ്റ് മാർക്കർ എടുത്ത് വെച്ചിട്ട് നമുക്കിതുപോലത്തെ ചെറിയ ഡിസൈൻ കൊടുക്കാം. അപ്പം ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് അതിൻ്റെ ഉൾവശം മുഴുവൻ നമ്മളിതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ഫിനിഷായിട്ട് വരുമ്പോഴത്തേക്കും നല്ല രസമാണ്. വൈറ്റ് പോട്ടിലോട്ട് ബ്ലാക്ക് വരുമ്പം നല്ല രസമാണ്. വേറെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. ഇതുപോലെ മാർക്കർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈൻസ് വരച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ആ ലൈൻസിന് മുകളിൽ കൂടെ നമ്മൾ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് വരച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അത് കാണാൻ നല്ല രസം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ ചെറിയ പോട്ടും ഞാൻ ഉണ്ടാക്കി, തീരെ ചെറിയ പോട്ട്, അതായത് സക്കുലൻസും കാക്ടസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഈ ഐസ്ക്രീമിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയ പ്ലാസ്റ്റിക് ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രോബെറിയുടെ ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പം പുറത്ത് ആദ്യത്തെ കോട്ട് നമ്മൾ യെല്ലോ കളറാണ് കൊടുത്തേക്കുന്നത്. 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. അക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. അതിനുശേഷം പിങ്ക് കളറിൽ നമ്മൾ ചെറിയ ഹാർട്ടുകൾ വരച്ചു. അതിൻ്റെ മുകളിൽ സ്ട്രോബെറിയുടെ ചെറിയ ലീവ്സ് വരയ്ക്കുകയാണ് ഗ്രീൻ കളറിൽ. കണ്ടോ, നല്ല രസമില്ലേ, കുഞ്ഞ് പോട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉള്ളിൽ ചെറിയ ചെറിയ കുത്തുകൾ കൊടുക്കുകയാണ് യെല്ലോ കളറിൽ. പെയിൻ്റ് എല്ലാം ഉണങ്ങിയ ശേഷം നമ്മൾ ഒരു ലെയർ വാർണിഷ് അടിച്ചു കൊടുക്കണം. ഇത് കളർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിഷ് അടിച്ചു കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അക്രിലിക് കളറായ കാരണം പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ ഫേഡായിപ്പോകും വെള്ളമൊക്കെ വീണ് കഴിയുമ്പം. അപ്പോൾ വാർണിഷ് നമുക്ക് സ്പ്രേ പെയിൻ്റായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാർണിഷ് മേടിച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ലെയർ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ പോട്ട്സ് ഞാൻ ഫ്രൂട്ട്സ് തീമാണ് കൊടുത്തേക്കുന്നത്. ഒരെണ്ണം പൈനാപ്പിൾ, ഒരെണ്ണം സ്ട്രോബെറി, ഒരെണ്ണം വാട്ടർമെലൺ. 2 തട്ടായിട്ട് കാണുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയ പോട്ടാണ്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സിമെൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി അത് സിലിണ്ടറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് വെച്ചതേ ഉള്ളേ.
അത് ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ 3 സൈസിലെ പോട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒരെണ്ണം 1 kgയുടെ, രണ്ടാമത്തേത് 1/2 kg, പിന്നെ തീരെ ചെറിയൊരു പോട്ടുമാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോട്ട്സ് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ ഇറക്കി വെച്ചേക്കുന്ന പോട്ടിൻ്റെ അറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പം ഇച്ചിരി കൂടെ സിമെൻറ്റ് കൂടുതലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, അതിൻ്റെ മുകളിലത്തെ ചട്ടി കാണത്തില്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഈ ചട്ടി ഉണ്ടാക്കിയപ്പം എൻ്റെ അളവ് ഇച്ചിരി ഒന്ന് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പോട്ട്സ് കാണുന്നത്. അപ്പം മുകളിൽ പോട്ട് കാണത്തില്ലാത്ത രീതിയിൽ കവർ ചെയ്തുണ്ടാക്കുന്നതാണ് കാണാൻ കൂടുതൽ ഭംഗി കേട്ടോ. അതുപോലെ ഡ്രെയിനേജ് ഹോളുള്ള ചട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെടി അതിനകത്തോട്ട് പോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇൻഡോർ പോട്ടായതുകൊണ്ടാണ് ഞാൻ ഡ്രെയിനേജ് ഹോൾ ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടായി ചാനൽ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.